പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് ദ ഇക്വലൻസി ഓഫ് ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് എ ഈക്വൽ സെറ്റ് 1 2 3 4 5 6 ആസ് ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ എക്സ് പ്ലസ് 1. ഇപ്പോൾ എ എന്ന് പറയുന്നൊരു സെറ്റ് തന്നിട്ടുണ്ട്. ആ സെറ്റിൻ്റെ പേര് 1 2 3 4 5 6 ആണ്. അതിൻ്റെ റിലേഷൻ, ആ സെറ്റിനെ എങ്ങനെ എഴുതണം എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ എക്സ് പ്ലസ് 1. അതായത് വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ഇതിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കണം. ആ രീതിക്ക് വേണം നമ്മൾ ഓർഡേർഡ് പെയർ എഴുതാൻ, ഈ നമ്പറുകൾ വെച്ചുകൊണ്ട്. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ റിലേഷൻ എഴുതണം. ഇപ്പോൾ എക്സിന് ഇവിടുത്തെ 1 കൊടുക്കുക. ഇവിടുത്തെ 1 കൊടുക്കുമ്പോൾ വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് എക്സ് എന്ന് പറയുന്നത് 1 കൊടുക്കുമ്പോൾ വൈ എന്ന് പറയുന്നത് അതിനേക്കാൾ 1 കൂടും, 2. എക്സിന് 2 കൊടുക്കുമ്പോൾ വൈ എന്ന് പറയുന്നത് 3 വരും. എക്സിന് 3 കൊടുക്കുമ്പോൾ, അതായത് ഈ നമ്പേഴ്സാണ് എക്സിന് പകരമായിട്ട് 2 കൊടുക്കുന്നത്. അപ്പോൾ എക്സിന് 3 കൊടുക്കുമ്പോൾ വൈ എന്ന് പറയുന്നത് 4 വരും. എക്സിന് 4 കൊടുക്കുമ്പോൾ വൈ എന്ന് പറയുന്നത് 5 വരും. അപ്പോഴവിടെ ഇത് അതനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. വൈ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 5 കൊടുക്കുമ്പോൾ വൈ എന്ന് പറയുന്നത് അതിനേക്കാൾ 1 കൂടും. അത്രയും നമുക്ക് എഴുതാൻ പറ്റും. കാരണം എ എന്ന് പറയുന്ന സെറ്റിൽ 6 വരെ ഉള്ളൂ. ഇനി എക്സിന് പകരം 6 കൊടുത്താൽ വൈ എന്ന് പറയുന്നത് 7 വരും. അത് നോട്ട് എലമെൻറ്റ് ഇൻ എയിലെ എലമെൻ്റ് അല്ല, അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ വേണം ഇത് അറേഞ്ച് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കണം, റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് ആകുന്നതിന് ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരേപോലത്തെ എലമെൻറ്റ് വരണം. 1 1 2 2 3 3 ഇതെല്ലാം അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരണം. അങ്ങനെതായിട്ടുള്ള ഒരു ഓർഡേർഡ് പെയർ ഇതിനകത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ എടുത്ത് കൊടുക്കുക. 1 1 നോട്ട് എലമെൻറ്റ് ആർ, അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ ഫോമിൽ എഴുതുക എ നോട്ട് എലമെൻറ്റ് ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ് എന്ന് എഴുതുക. അതുപോലെ തന്നെ അടുത്ത സിമെട്രിക്ക് ചെക്ക് ചെയ്യുകയാണ്. സിമെട്രിക്ക് ചെക്ക് ചെയ്യേണ്ടത് അറിയാമല്ലോ, എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായിരിക്കണം. അതായത് 1 2 ഇവിടെ ഉണ്ട്, അതേപോലെ 2 1 ഉണ്ടോ, ഇവിടെ എവിടെയും ഉണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് 1 2 ഉണ്ട്, അത് തിരിച്ചിടുന്ന 2 1 ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അത് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിൻ്റെ ഇക്വേഷനൊക്കെ ഒന്ന് എഴുതുക. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ആർ ഈസ് നോട്ട് സിമെട്രിക് എന്ന് എഴുതുക. അതുപോലെ ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുക. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ ഏതെങ്കിലും ഒരു 2 3 ഓർഡേർഡ് പെയർ എടുക്കണം. അപ്പോൾ ഉദാഹരണത്തിന് 1 2 ഞാൻ എഴുതിയെടുത്തു. ആ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഉദാഹരണം നോക്കാം, 2 3. അങ്ങനെ വന്നാൽ ആദ്യത്തെ അവസാനത്തെ അവിടെ ഉണ്ടായിരിക്കണം. 1 3 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൂടെ കൊടുക്കാം. 1 2 നോട്ട് എലമെൻറ്റ് ആർ, 2 3 എലമെൻറ്റ് ആർ. അതുപോലെ 1 3 നോട്ട് എലമെൻറ്റ് ആർ. 1 2 ഉണ്ട്, 2 3 ഉണ്ട്, പക്ഷേ 1 3 ഇല്ല. അത് നമ്മൾ ജനറലായിട്ട് ഇടുന്നത് എ ബി എലമെൻറ്റ് ആർ, ബി സി എലമെൻറ്റ് ആർ, എ സി നോട്ട് എലമെൻറ്റ് ആർ. എന്നിട്ട് അതിനെ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇപ്പോൾ ട്രാൻസിറ്റീവ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, റിഫ്ലെക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആർ ഈസ് നോട്ട് ഇക്വലൻറ്റ് റിലേഷൻ.